മലയാള സിനിമ കണ്ട മികച്ച 10 പടം എടുത്തതിന് ഒരെണ്ണമാണ് യവനിക സ്റ്റൈൽ പോലെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ്. പിന്നെ മമ്മൂക്കയുടെ പ്രശസ്തി ഞാൻ പറയുന്നില്ല, സ്പോയിൽഡറാം. പിന്നെ അനശ്വരാജുമായി അടുത്ത ഉർവശി മേഡം എന്ന് പറയാം. നമ്മുടെ മറ്റേ അഷ്റഫ് അലി സൂപ്പർ താരമല്ല, സൂപ്പർ നടനായിക്കൊണ്ടിരിക്കുക. എല്ലാം കൊണ്ട് നല്ല മൂവി. എഡിറ്റിംഗ് ഉഗ്രനാണ്, യാതൊരു ലാഗൊന്നുമില്ല, ഒരു നെഗറ്റീവും കാണുന്നില്ല. ഒരു ക്ലാസിക് പടമാണ്. ഇങ്ങനത്തെ പടം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. KG ജോർജ് സ്റ്റൈലിലെ പോലെ ഒരു 80 ഫിലിം മലയാള സിനിമയുടെ മികച്ച 10 പടങ്ങൾ ഒരു പടമായി. നല്ല സിനിമയായിരുന്നു. പക്ഷേ മമ്മൂക്കയുടെ ക്യാരക്ടർ ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്, വേറൊരു ക്യാരക്ടറാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നന്നായിട്ടുണ്ട് കേട്ടോ, പടം അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, വലിയ മാസമൊന്നും ഇല്ലേരും. നമുക്ക് രേഖ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മളെ മനസ്സിൽ നിൽക്കും. നമ്മളൊക്കെ ആണെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ മോഹമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു അനുഭവം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വിഷമിച്ചു. പിന്നെ നമ്മളെ പെരേരയുടെ ബോഡി ഗാർഡ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പെരേര മറ്റേ മുടിയൊക്കെ വളർത്തി പെരുന്തച്ഛനെ പോലുള്ള പുള്ളി. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ മനോജേട്ടൻ്റെ അഭിനയം, സ്ക്രീൻ പ്രസൻസും ഒക്കെ കുറച്ച് നേരം ഉള്ളെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫിക്കയുടെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും, ഡയറക്ടർക്കും ആർട്ട് ചെയ്തവർക്കും എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് സംവിധായകൻ. എല്ലാവരും വന്ന് കാണുക, സൂപ്പർ പടമാണ്.